അപ്പോൾ എല്ലാവർക്കും വർക്ക്ഷോപ്പ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സയൻസ് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നേരെ വീഡിയോയിൽ പോവാം. ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ചെറിയൊരു ബൗൾ എടുക്കാം. എന്നിട്ട് ആ ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ എന്ന് പറഞ്ഞാൽ സാധാരണ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പഞ്ചസാര തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 4:1 റേഷ്യോയിലാണ് നമ്മൾ ഈ മിക്സ്ചർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൽ ചെറിയ ചെറിയ കട്ട പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നല്ല പൗഡർ പരുവത്തിലാക്കി നല്ലൊരു മിക്സ്ചറാക്കി റെഡിയാക്കി എടുക്കണം നമുക്കത്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മണലാണ് ആവശ്യം. മണൽ എംസാൻ്റെ ഞാൻ എടുത്തിരിക്കുന്നത്. മണൽ എന്തായാലും മതി. അപ്പോൾ അത് നനവൊന്നുമില്ലാത്ത കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മണൽ തന്നെ എടുക്കണം. മണലിൻ്റെ നടുക്ക് വീഡിയോ കാണുന്ന പോലെ ഒരു കുഴി ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ആ മണലിലേക്ക് നമുക്ക് ഇതിൽ കത്തിക്കാനായിട്ട് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ്. അപ്പോൾ അത് ആ മണലിലേക്ക് നല്ല രീതിയിൽ ഒഴിച്ച് ഫുള്ളായിട്ട് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്യൂവൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ആ മിക്സ് അത് ആ മണലിൻ്റെ നടുക്ക് ഉണ്ടാക്കിയ ഒരു കുഴി പോലെ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ മണൽ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ കത്തിച്ചതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊരു പാമ്പ് വരുന്നത് പോലെ അതിൻ്റെ കാർബൺ, അതായത് അതിൻ്റെ ചാരം പുറത്തേക്ക് തള്ളി വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ, അതായത് ഒരു പാമ്പ് പോലെ ഇങ്ങനെ ചാരം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ പഞ്ചസാരയാണ് നമ്മൾ ആദ്യം തന്നെ ഹീറ്റ് ആവുന്നത്. അങ്ങനെയാണ് ഈ പഞ്ചസാര ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കാർബൺ വലിയ അളവിൽ പ്രൊഡ്യൂസ് ആവുന്നതാണ്. ആ കാർബൺ പ്രൊഡ്യൂസ് ആവുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വരുന്ന ചാരം, അല്ലെങ്കിൽ ആ പാമ്പ് പോലെ വരുന്ന ചാരത്തിന് കറുത്ത കളറിൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മൾ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേക്കിംഗ് സോഡ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പേഴ്സും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പേഴ്സും കാരണമാണ് നമുക്ക് കിട്ടിയ ഈ റിയാക്ഷൻ, അതായത് ഈ പാമ്പ് പോലുള്ള ഈ റിയാക്ഷൻ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, അതായത് പുറത്തേക്ക് ഇങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയ റിസൾട്ടിൻ്റെ ഒരു സയൻറ്റിഫിക് റീസൺ. നമുക്ക് കത്തിക്കാനായിട്ട് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഉപയോഗിച്ചിരുന്നു. അതിന് പകരം നമുക്ക് കത്താൻ സഹായിക്കുന്ന ഏതൊരു ഫ്ലൂയിഡും, അതായത് ഒരു ഫ്യൂലും ഉപയോഗിക്കാം നമുക്ക്. ഈ മിക്സ്ചറിൻ്റെ ഒപ്പം ആദ്യം തന്നെ കുറച്ച് കർപ്പൂരമൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റു ഫ്ലൂയിഡൊന്നും ഇല്ലാതെ ഇത് കത്തിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു എക്സ്പെരിമെൻ്റ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ മുഴുവനായി കണ്ടതിന് എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയധികം നന്ദി.